ടീച്ചേഴ്സ് ഡയറി. ട്രയാങ്കിൾ ഡിവിഷൻ അഥവാ ത്രികോണ ഭാഗം എന്ന സെക്ഷനിൽ 19ാമത്തെ പേജിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 6ാമത്തെ ചോദ്യമാണ് നമുക്കിനി ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: In the figure, the diagonals of a quadrilateral split into 4 triangles. The areas of 3 of them are shown in the picture. Calculate the area of the whole quadrilateral. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചിത്രത്തിൽ ഒരു ചതുർഭുജത്തിന്റെ വികരണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. 3 ഭാഗങ്ങളുടെ പരപ്പളവുകൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചതുർഭുജത്തിന്റെ മൊത്തം പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ചതുർഭുജം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ 3 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 3 ത്രികോണങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡയഗണൽസ് അല്ലെങ്കിൽ വികരണങ്ങൾ വരച്ചിട്ട് ഈ ചതുർഭുജത്തിനെ അഥവാ ക്വാഡ്രിലാറ്ററലിനെ 4 ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ക്വാഡ്രിലാറ്ററലിന് പേര് കൊടുക്കാം: എ, ബി, സി, ഡി. ഓക്കെ, ഈ 2 AC എന്ന വികരണവും DB എന്ന വികരണവും വരച്ചപ്പോൾ 4 ത്രികോണങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ 3 എണ്ണത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുകൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളിന് 60 സെന്റിമീറ്റർ സ്ക്വയറും ഇവിടെ നമുക്ക് വരുന്നത് 30 സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെ വരുന്നത് 40 സെന്റിമീറ്റർ സ്ക്വയർ. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ക്വാഡ്രിലാറ്ററലിന്റെ മൊത്തം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനാണ്. അപ്പൊ നമുക്ക് എന്തും കൂടെ കിട്ടിയാൽ മതി, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. അത് 4 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 2 പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ട്രയാങ്കിളിന്റെ ബേസ് നമ്മൾ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കുക. അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഒരു ലൈൻ വരച്ച് ഈ പാദത്തിനെ അല്ലെങ്കിൽ ബേസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന ബേസുകളുടെ റേഷ്യോയും ഏരിയകളുടെ റേഷ്യോ, 2 ട്രയാങ്കിൾസ് തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതില് 4 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് അറിയാവുന്ന 2 ട്രയാങ്കിൾസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബേസ് ഒന്നായിട്ട് വരുന്ന 2 ട്രയാങ്കിൾസിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റേഷ്യോ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബേസ് ആയിട്ട് AC-യെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾസ് ഇത് രണ്ടുമായിട്ട് സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾ DB-യെയാണ് ബേസ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾസ് സെലക്ട് ചെയ്താൽ നമുക്ക് ഏരിയകളുടെ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും 1:2 ട്രയാങ്കിളിനെ നമ്മൾ നമ്പർ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രയാങ്കിൾ 1ഉം ട്രയാങ്കിൾ 2ഉം തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ബേസ് AC ആണ്. അപ്പോൾ ഈ AC-യുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള Dയിൽ നിന്നും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ ഇവിടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ AO:OC നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ 2ന്റെയും ഈ ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന 2 ട്രയാങ്കിൾസിന്റെയും ഏരിയകളുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ബേസുകളുടെ റേഷ്യോക്ക് തുല്യമാണല്ലോ. അപ്പൊ നമുക്ക് ഏരിയകളുടെ റേഷ്യോ കാണാനായിട്ട് എന്ത് ചെയ്യണം? ട്രയാങ്കിൾ 1ന്റെ ഏരിയ ഈസ് ടു ട്രയാങ്കിൾ 2ന്റെ ഏരിയ. അതായത് നമുക്ക് 60:30 അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ലീസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ 0 കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. അപ്പൊ 6:3 എന്ന് വരും. ഇവിടെ 3 എന്നുള്ളത് 2ലും കോമൺ ആണ്. 3 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6/3 = 2 ആണ്. 3/3 = 1 ആണ്. 2:1 ആണ് 1ഉം 2ഉം തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് ഈ എന്താ പറയുക DB-നെ ബേസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടാലും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ DB ആണ് നമ്മുടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ 2നെയും 3നെയും റേഷ്യോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടണം? ഇവിടെ 3:4 എന്ന റേഷ്യോ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇവര് തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 3:4 റേഷ്യോ വരും, ഇവിടെ 2:1 എന്നാണ് റേഷ്യോ വരുന്നത്. ഇനി ഇതിൽ ഏത് റേഷ്യോ ഉപയോഗിച്ചാലും നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ റേഷ്യോ തന്നെ എടുത്തിട്ട് ചെയ്യാം.
ഇവിടെ നമുക്ക് 2:1 എന്നുള്ള റേഷ്യോ കിട്ടി. അതായത് നമുക്ക് ഇതിന്റെ ബേസിന്റെ റേഷ്യോ 2 ആണെന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2:1 എന്നുള്ള റേഷ്യോ കിട്ടി. അതിനർത്ഥം നമുക്ക് ഈ ബേസിൽ AC എന്ന ബേസിൽ തന്നെ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ് 4ഉം 3ഉം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് AC ആണ് അല്ലെ. നമ്മൾ നേരത്തെ എടുത്ത ആദ്യത്തെ ട്രയാങ്കിൾസിന്റെ ബേസ് AC ആണ്. AC എന്ന ബേസിലാണ് ഈ 1ഉം 2ഉം ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ AC-യിലാണ് 3ഉം 4ഉം ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം കേട്ടോ. ഈ ഒരു ഭാഗം ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും. അപ്പോ ഇവര് തമ്മിലുള്ള റേഷ്യോ ഓക്കെ, ഇത് തെറ്റരുത്. 1:2 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ വലിയ ട്രയാങ്കിൾ ഈസ് ടു ചെറിയ ട്രയാങ്കിൾ. ഈ വശം ചെയ്യുമ്പോഴും നമ്മൾ അതേ ഓർഡർ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ 4:3 എന്ന് തന്നെ പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ 4:3 എന്നത്, അതായത് ട്രയാങ്കിൾ 4:ട്രയാങ്കിൾ 3. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2:1 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്രയാണ് ഇതിന്റെ ഏരിയ എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എത്രയാണെന്ന് എടുക്കാണ്, x ആണെന്ന് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഈക്വൽ ടു x:2. ഓക്കെ, ഇവിടെ 2 ആണ് കറസ്പോണ്ടിങ് x. ഇവിടെ 2 ആണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു പൊസിഷൻ ആണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഏരിയ വേണം കൊടുക്കാനായിട്ട്. ഓർഡർ ഒരു കാരണവശാലും തെറ്റിക്കരുത്. അപ്പൊ ഇവിടെ x:2. ഇനി ഇതിന്റെ 1ന്റെ സ്ഥാനത്ത് 1 ബേസ് വരുന്നിടത്ത് നമുക്ക് എത്ര ഏരിയ വരുന്നത്, 40 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? ഇവിടെ 60, ഇവിടെ നമുക്ക് 60 ആണ്, ഇതിന്റെ പകുതിയാണ് ഇത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഇരട്ടി ആകണം ഇവിടെ, എന്നാലല്ലേ ഇവിടെ ഇതിന്റെ ഇരട്ടി, അതായത് 80 എടുത്താലാണ് ഇവിടെ പകുതി വരുന്നത്. സെയിം റിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി റേഷ്യോനെ ഈക്വൽ ആയിട്ട് നമ്മളിങ്ങനെ എഴുതാണ്. അതായത് ഇത് ബേസിന്റെ റേഷ്യോ, ഇത് ഏരിയകളുടെ റേഷ്യോ അല്ലെങ്കിൽ പരപ്പളവുകളുടെ അംശബന്ധം. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അറ്റത്തുള്ള രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും, സെന്ററിലുള്ള രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1 × x = ഇതിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു ഈ രണ്ടിന്റെയും പ്രോഡക്റ്റ്, അത് ഓർത്ത് വെക്കാം. അപ്പൊ 1 × x = എന്നുള്ളത് 2 × 40. ക്ലിയർ അല്ലേ? 1 × x എന്ന് പറഞ്ഞാൽ x ആണ്, 2 × 40 80 ആണ്. അപ്പൊ നമ്മൾ x എന്ന് കൊടുത്തിരിക്കുന്നത് ഈ 4th ട്രയാങ്കിളിനാണ്. അപ്പൊ 4th ട്രയാങ്കിളിന്റെ ഏരിയ എത്ര കിട്ടി, 80 cm² ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇത് DBയെ ബേസ് ആക്കിയിട്ട് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയകളുടെ റേഷ്യോ കാണുകയാണെങ്കിൽ നമുക്ക് 3:4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ 3:4 എന്ന് കിട്ടിയാൽ നമുക്ക് റേഷ്യോ 3:4, ബേസുകളുടെ റേഷ്യോ 3:4 കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3:4 ആണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതണം, 6:x എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 60:x, നോട്ട് 60:x എന്ന് വന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് 3 × x = 4 × 60. അപ്പൊ x = എത്ര വരും, x = 4 × 60 / 3 വരും. അപ്പൊ 4 × 60 / 3. 3 നമുക്ക് 60-ല് 20 ടൈംസ് ക്യാൻസൽ ചെയ്ത് പോയി. Then 2 × 4 8 ആണ്, = 80 cm². ഓക്കെ, അപ്പോഴും നമുക്ക് എന്ത് കിട്ടി, 80 cm² ആണ് ഈ 4th ട്രയാങ്കിളിന്റെ ഏരിയ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആകെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ആകെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, ഈ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ 1 2 3 4 എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ട്രയാങ്കിളിന്റെ പേര് വെച്ച് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ബേസ് AC ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ OAD ഈ ഒരു ട്രയാങ്കിൾ ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ OCD ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും റേഷ്യോ എന്നുള്ളത് എടുക്കുക. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയാണ് നമ്മൾ റേഷ്യോ എടുക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കിട്ടും, 60:30 ആണ്. അത് നമുക്ക് 2:1 ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ട്രയാങ്കിൾ OAB ഈസ് ടു ട്രയാങ്കിൾ
ട്രയാങ്കിൾ ഒ എ ബി ഈസ് ടു ഇവിടെ ട്രയാങ്കിൾ ഒ ബി സി ആണ് എടുക്കേണ്ടത് അല്ലെ. കാരണം ഈ ബേസിൽ വരുന്ന ട്രയാങ്കിൾസ് രണ്ടെണ്ണമാണ് ഇത്. അപ്പൊ ഇതാണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ റേഷ്യോ തന്നെ ഈ ട്രയാങ്കിൾ തന്നെ എഴുതണം. എന്നിട്ട് ഇത് തമ്മിലുള്ള റേഷ്യോയും എന്ത് തന്നെയാണ് 2:1 തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാത്തത് ഈ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ ഫോർത്ത് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരുന്നു. അപ്പൊ ട്രയാങ്കിൾ എ ബി ഒയുടെ ഏരിയ നമ്മൾ എക്സ് ആണെന്ന് എടുത്തുകൊണ്ട് നമ്മൾ ഈ റേഷ്യോയില് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റേഷ്യോയില് x:40 is equal to 2:1 എന്ന് കിട്ടുന്നു. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? x equal to 40 into 2 that is 80. ഓക്കെ, അപ്പൊ 80 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ ഫോർത്ത് ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ OBA എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഈ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ മൊത്തം പരപ്പളവ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 4 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തമ്മിൽ കൂട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 60 + 30 + 40 + 80 ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 210 210 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇതിന്റെ ആകെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് വരുന്നത്. Question number 7. In this picture, the horizontal lines at the top and bottom are parallel. Prove that the yellow and red triangles are of the same area. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ചിത്രത്തിൽ താഴെയും മുകളിലും വിലങ്ങനെയുമുള്ള വരകൾ സമാന്തരമാണ്. മഞ്ഞയും ചുവപ്പും ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മഞ്ഞയും ചുവപ്പും കളറിൽ 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 ട്രയാങ്കിൾസ് ആണ്. അതായത് ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ CDEയുമാണ് അവരുദ്ദേശിച്ചിരിക്കുന്ന ട്രയാങ്കിൾസ്. ഇതിന് രണ്ടിനും ഒരേ പരപ്പളവാണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഷെയ്ഡ് ചെയ്യാതെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇത് 2 പാരലൽ ലൈൻസ് ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 2 പാരലൽ ലൈൻസിനിടയിൽ ഫോം ചെയ്യുന്ന ഒരേ ബേസ് ആയിട്ട് ഫോം ചെയ്യുന്ന തേർഡ് വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ വരാവുന്ന രീതിയിൽ നമ്മൾ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്താലും അവയുടെ എല്ലാം ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിരിക്കുന്നത് BAE എന്ന ട്രയാങ്കിളും BDE എന്ന ട്രയാങ്കിളും ഈ 2 പാരലൽ ലൈൻസിനിടയിൽ ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ ത്രികോണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയ ഏരിയയിൽ നിന്ന് നമ്മൾ ഒരേ ഭാഗം ഓക്കെ 2 ത്രികോണങ്ങളുടെയും ഒരേ ഭാഗം ഒരേപോലെ നമ്മൾ ഇതിന് 2 കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് എന്താ സംഭവിക്കുക? ഈ 2ന്റെയും ഏരിയക്ക് വ്യത്യാസം വരും. അതായത് ഈ ബാക്കി വരുന്ന റിമൈനിങ് ഏരിയ അല്ലെങ്കിൽ ബാക്കി വരുന്ന പരപ്പളവ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പൊ ഒരു നമ്പറിൽ നിന്ന് ഇപ്പൊ 80 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് 80 ആണ് ഇതിന്റെ 2ന്റെയും ഏരിയ എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഈ 2ന്റെയും ഏരിയ ഈക്വൽ ആണെന്നുള്ളത് പറയാനുള്ള കാരണം ക്ലിയർ ആണല്ലോ. അപ്പൊ 80 ആണ് ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയ. അതിൽ നിന്ന് 10 എന്നുള്ളത് മുറിച്ച് മാറ്റി 10 എന്നുള്ളത് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 70 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയും 80 ആണ് ഏരിയ, ഇതിന്റെയും 80 ആണ് എങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് 10 തന്നെയാണ് മുറിച്ച് മാറ്റുന്നത്, ഇതിൽ നിന്നും 10 ആണ് മുറിച്ച് മാറ്റുന്നത്. അപ്പൊ 2ന്റെയും ഏരിയ ബാക്കി എത്ര ഇനി വരുള്ളൂ? 70 തന്നെയല്ലേ വരുള്ളൂ. അതായത് ഇപ്പൊ ക്ലിയർ ആണല്ലോ, എന്താണ് പറഞ്ഞെന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ കാണിക്കാം. ഇവിടെ നമുക്ക് യെല്ലോയും റെഡും കളറിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾസ് നമ്മളോട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയ ഈക്വൽ ആണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ BAEയുടെ ഏരിയയിൽ നിന്ന് അതായത് BAEയുടെ ഏരിയയും ട്രയാങ്കിൾ BDEയുടെ ഏരിയയും തുല്യമാണ്. അത് രണ്ടും എക്സ് ആണെന്ന് എടുക്കുകയാണെങ്കിൽ എക്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നത് BCE എന്ന ഈ കോമൺ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ബാക്കി വരുന്ന ട്രയാങ്കിൾ BACയും ട്രയാങ്കിൾ CDEയും തുല്യമാണ്. ഇത്രയാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് എഴുതി കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ BAE ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എന്നുള്ളത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ട്രയാങ്കിൾ
ബി എ ഇയിൽ നിന്ന് ട്രയാങ്കിൾ ബി സി ഇ മൈനസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ഇ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇയിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഇ മൈനസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ഇ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. Question number 8. In the figure, the diagonals of a trapezium split into 4 triangles. The area of the yellow triangle is 10 square centimeters and the area of green triangle is 20 square centimeters. What is the area of the whole trapezium? അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എങ്ങനെയാണ്, ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികരണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. മഞ്ഞ ത്രികോണത്തിന്റെ പരപ്പളവ് 10 ചതുരശ്ര സെന്റിമീറ്ററും പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് 20 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എത്രയാണ്? അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ലംബകമാണ് അല്ലെങ്കിൽ ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ 2 ഡയഗണൽസ് വരച്ചിട്ടുണ്ട്, എ സിയും ബി ഡിയും. ഈ 2 ഡയഗണൽസ് 4 ത്രികോണങ്ങളാക്കി ഈ ട്രപ്പീസിയത്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, വ്യത്യാസം എന്തേ ഉള്ളൂ, നേരത്തെ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ എന്താണ്, ട്രപ്പീസിയമാണ് അല്ലെങ്കിൽ ലംബകമാണ്. ഓക്കെ, അപ്പൊ ഈ ലംബകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവണം. ഇവിടെ നമുക്ക് ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം ആകുമ്പോൾ നമുക്കറിയാം ഒരു ജോഡി സൈഡ്സ് അല്ലെങ്കിൽ ഒരു ജോഡി വശങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ സമാന്തരങ്ങളായിരിക്കും. അപ്പൊ ഇവിടെ എ ബി പാരലൽ ടു ഡി സി എന്ന് പറയാം അല്ലെ, ഈ 2 സൈഡ്സ് പാരലൽ ആണ്. ഇനി നമുക്ക് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് 4 ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസിന്റെ മാത്രം ഏരിയയെ നമുക്ക് തന്നിട്ടുള്ളൂ. നേരത്തെ 3 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ 2 എണ്ണമേ തന്നിട്ടുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിന്റെ ഈ ട്രപ്പീസിയത്തിന്റെ മൊത്തം പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇപ്പൊ ട്രപ്പീസിയം ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയാം, ഈ 3ാമത്തെയും 4ാമത്തെയും ട്രയാങ്കിളിന്റെ ഏരിയ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കണം. അതിന് ഇത്രയേ ഉള്ളൂ, ട്രപ്പീസിയം ആണെങ്കിൽ ഈ 2 വശങ്ങൾ പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ സമാന്തരങ്ങളായിരിക്കും. അപ്പൊ 2 സമാന്തര വശങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾസിന്റെ എല്ലാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തുല്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കി 2 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്, ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ എ സി ബിയും. ഓക്കെ, ഇതിന്റെ 2ന്റെയും ഏരിയ എന്ന് പറയുന്നത് തുല്യമായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ തൊട്ട് മുൻപുള്ള ഒരു പ്രോബ്ലത്തിൽ ഇതേപോലെ ചെയ്തതാണ്. അതായത് ഈ 2 ഭാഗങ്ങളുടെയും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. അതായത് ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പൊ ബാക്കി റിമൈനിങ് പോർഷൻ വരുന്നതിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 20ഉം ഇത് 10ഉം, ആകെ 30 ആണല്ലോ നമുക്കുള്ളത്. ഇതേ ഏരിയ തന്നെയാണ് എ സി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും വരുന്നത്. അപ്പൊ ഇവിടെ 20 ഉണ്ട്, അപ്പൊ ഇത് എന്തായിരിക്കും, 10 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് കോമൺ ആയിട്ടുള്ള ഒരു പാർട്ട് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റിയാൽ ബാക്കി റിമൈനിങ് പോർഷന്റെ ഏരിയ സെയിം ആണെന്ന് പ്രൂവ് ചെയ്തു, തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് 10 ആണെങ്കിൽ ഇതും 10 ആണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ 3ാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അറിയാത്തത് x സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത് എടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വശം ഒരു ഡയഗണലിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ നമുക്ക് എ സിയെ നമുക്ക് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ബേസ് എ സി വേണ്ട, നമുക്ക് അറിയാവുന്ന 2 എണ്ണം വേണം ആദ്യം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ എ സി എടുക്കുമ്പോൾ നമുക്ക് ഈ അറിയാത്ത എക്സ് അതിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്താലും മതി. ഇപ്പൊ എ സിയെ തന്നെ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 20:10 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഡി ബി ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 10:20 20:10 ഏത് ഓർഡർ വേണമെങ്കിലും ആദ്യം എടുക്കാം. അടുത്തത് ചെയ്യുമ്പോൾ അതേ ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു സൈഡ് വെച്ച് പറഞ്ഞാലും നിങ്ങൾ മറ്റ് സൈഡ് അല്ലെങ്കിൽ മറ്റ് ബാക്കി വരുന്ന ബേസ് വെച്ചിട്ട് കൂടെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ എടുക്കണ്ടേ,
ഓക്കെ, ഇവിടെ ബി ഡി എടുത്താലോ, നേരത്തെ നമ്മൾ എ സി അല്ലേ എടുത്തത്, അപ്പൊ നമുക്ക് ഇവിടെ ബി ഡി എടുക്കാം. അപ്പൊ ഈ ബി ഡി എന്ന ബേസിൽ ഫോം ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസ്, അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ എയിൽ നിന്ന് ഡി ബിയിലേക്ക് ഒരു ലൈൻ വരച്ച് നമ്മൾ ഈ ഡി ഒ ബി ഒ എന്ന് പറഞ്ഞ് ബേസുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഫോം ചെയ്ത രണ്ട് ട്രയാങ്കിൾസ് ആണ് ഇത് രണ്ടും. ഏത് ട്രയാങ്കിൾ? എ ഡി ഒയും ട്രയാങ്കിൾ എ ബി ഒയും. ഓക്കെ, നമുക്ക് അതിന് വേണമെങ്കിൽ 1, 2 അല്ലെങ്കിൽ ട്രയാങ്കിൾ 1 ട്രയാങ്കിൾ 2 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് വേണമെങ്കിൽ ഇത് ട്രയാങ്കിൾ 1 ആയിട്ടും ഇത് ട്രയാങ്കിൾ 2 ആയിട്ടും എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ 1:2 ട്രയാങ്കിൾ 2 എന്ന് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ 1:2 എന്നെടുത്ത് 10:20. അപ്പൊ റേഷ്യോ എന്തായി? 1:2 ആയി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ റേഷ്യോ 1:2 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ബേസ് നമ്മൾ ഏത് ബേസ് ആണ് എടുത്തത്? ഈ ബി ഡി എന്ന ബേസ് ആണ് എടുത്തത്. ബി ഡി എന്ന ബേസിൽ 1:2 ആണ് കണ്ടത്. അപ്പൊ നമുക്ക് ഈ ബി ഡി എന്ന ബേസിൽ നമുക്ക് ഫോം ചെയ്യുന്ന മറ്റു രണ്ട് ട്രയാങ്കിൾസ് ആണ് ഇത് രണ്ടും അല്ലെ. ഇതിപ്പോ നമുക്ക് 3 ആയിട്ടും ഇത് 4 ആയിട്ടും എടുക്കാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതാണ് നമ്മൾ ഒന്ന് എടുത്തത് അല്ലെ. അപ്പൊ ഈ ബേസിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ് ഇത്. അപ്പൊ 1:2 എന്ന് എടുത്താൽ ഈ ബേസ് തന്നെ ആദ്യം പറയണം. അപ്പൊ ഇവിടെ 4:3 എന്ന് തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ x:10 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 1:2 ഈക്വൽ ടു x:10 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈക്വൽ ടു ഇത് രണ്ടിന്റെയും റിസൾട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 × 10 ഈക്വൽ ടു 2 × x എന്ന് എടുക്കാലോ. ഓക്കെ, ഇനിയാണെങ്കിൽ 2x ഈക്വൽ ടു 10 എന്നും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ 2x ഈക്വൽ ടു 10 ആണെങ്കിൽ x ഈക്വൽ ടു എത്ര കിട്ടി? 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടി? 5 cm² ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ഇത് 4 ട്രയാങ്കിൾസിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവുകൾ കൂടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അത് സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ABCD എന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ലംബകമാണ് അല്ലെങ്കിൽ ഒരു ട്രപ്പീസിയമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് എഴുതാം. ഇനി AB എന്നുള്ളത് ഈ CDക്ക് അല്ലെങ്കിൽ DCക്ക് പാരലൽ ആണ് എന്നുള്ളതും എഴുതാം. ഓക്കെ, ഇനി ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് O. രണ്ട് ഡയഗണൽസ് ഉണ്ട്, ACയും BDയും. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏതാണ്? O. ഓക്കെ, ഇപ്പൊ O എന്ന പോയിന്റ് അത് ഇന്റർസെക്ട് ചെയ്തു. ഏരിയ ഓഫ് ACB ട്രയാങ്കിൾ ACBയുടെയും ട്രയാങ്കിൾ ADBയുടെയും ഏരിയ തുല്യമാണ്. ഇതിന്റെ റീസൺ അറിയാലോ, രണ്ട് പാരലൽ ലൈൻസിന് ഇടയിൽ ഫോം ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ് അത് രണ്ടും. ഓക്കെ, ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC ട്രയാങ്കിൾ BOC ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിൾ AODയുടെ ഏരിയക്ക് തുല്യമായിരിക്കും. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ അത് രണ്ടും തുല്യമായതുകൊണ്ട് നമുക്ക് BOCയുടെ ഏരിയ എത്രയാണെന്ന് മനസ്സിലായി? 10 cm² ആണെന്ന് മനസ്സിലായി. അപ്പോൾ ട്രയാങ്കിൾ BOCയുടെ ഏരിയ എഴുതി കൊടുക്കാം, 10 cm². ഇനി നമുക്ക് AO:CO AO:CO നമ്മളിവിടെ എഴുതിയപ്പോൾ ഈ ഡയഗണലാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഏത് ഡയഗണൽ എടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഡയഗണൽ എടുക്കണമെങ്കിൽ ഇത് എടുക്കാം, അല്ല നമുക്ക് AC എടുക്കണമെങ്കിൽ AC എടുക്കാം. അപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എത്രയാണ്? AO:OC ആണ് എടുത്തിരിക്കുന്നത്. AO:OC അല്ലെങ്കിൽ CO ഇതെന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഈ രണ്ട് ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 20ഉം ഇത് 10ഉം ആണ്. ആദ്യം നമ്മൾ ഈ ബേസ് പറയുന്നത് കൊണ്ട് ഇതിന്റെ ഏരിയ എഴുതണം. അപ്പൊ 20:10 എന്ന് എഴുതി. ഓക്കെ, 20:10ൽ നിന്ന് നമുക്ക് അതിന്റെ ലീസ്റ്റ് ഫോം ആയ 2:1 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എടുത്താൽ അടുത്തത് ഏതെടുക്കേണ്ടത്? ഇത് രണ്ടും തന്നെ എടുക്കണം. ഇത് ആദ്യം എടുത്താൽ ഈ ബേസിന്റെ ഇപ്പുറത്ത് വരുന്ന ട്രയാങ്കിൾ തന്നെ ആദ്യം എഴുതണം. അപ്പൊ 2:1 ഈക്വൽ ടു 10:x എന്ന് എഴുതണം. ഓക്കെ, 2:1 ഈക്വൽ ടു 10:x. അപ്പൊ 2x ഈക്വൽ ടു 10 എന്ന് കിട്ടി. x ഈക്വൽ ടു അപ്പൊ x ഈക്വൽ ടു 10/2 is equal to 5 cm². ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു പോർഷൻ ഈ നാലാമത്തെ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ എടുത്തതിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടി? 5 cm² ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ അതിൽ ചോദിച്ചിരിക്കുന്നത്? ഈ ട്രപ്പീസിയത്തിന്റെ ആകെ പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 4 ഏരിയകൾ കൂടെ ആഡ് ചെയ്യണം. 20 + 10 + 5 + 10 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 45 cm². 45 cm² ആണ് ഈ ലംബകത്തിന്റെ ആകെ പരപ്പളവ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9.
The picture below shows a trapezium divided into 4 parts by the diagonals. The area of the blue triangle is 4 square centimeters and the area of the green triangle is 9 square centimeters. What is the total area of the trapezium? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികരണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. നീല ത്രികോണത്തിന്റെ പരപ്പളവ് 4 ചതുരശ്ര സെന്റിമീറ്ററും പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് 9 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എത്രയാണ്? അപ്പൊ നേരത്തെ തന്നിരുന്ന പോലെ തന്നെ ഒരു ലംബകം തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ട്രപ്പീസിയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ആകെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് വളരെ ഈസി അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടാവും എന്താണ് അതിന്റെ ഏരിയ എന്നുള്ളത്. എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഇതിന്റെ പാരലൽ ലൈൻസ് നമുക്ക് ഇവിടെ എ ബിയും സി ഡിയും ഉണ്ട്. അതിനിടയിൽ ഫോം ചെയ്യുന്ന 2 ട്രയാങ്കിൾസ് ആണ് എ ഡി ബിയും എ സി ബിയും. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഏരിയ എന്താണ്? തുല്യമായിരിക്കും ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് 9 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എ ഒ ബി എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഒ എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണ്. എ ഒ ബിയുടെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേർന്നിട്ടാണ്. നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഒരു പോർഷൻ തുല്യമായ ഈ 2 ട്രയാങ്കിളിൽ നിന്നും ഒരു കോമൺ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാൽ റിമൈനിങ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ആണല്ലോ. അത് ഇത്രയും നമ്മൾ കഴിഞ്ഞ 2-3 പ്രോബ്ലത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എ ഒ ഡിയുടെ ഏരിയ എത്രയാണോ അത് തന്നെയായിരിക്കും ട്രയാങ്കിൾ ബി ഒ സിയുടെയും ഏരിയ. ഓക്കെ, പക്ഷെ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും? അത് എക്സ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഞാനിത് എക്സ് ആണെന്ന് വിചാരിക്കാൻ. അപ്പൊ ഇതിന്റെ ഏരിയ എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും, എക്സ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ 4ന്റെയും ഏരിയ ആയല്ലോ. ഇവിടെ നമുക്ക് 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇത് 4 അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് രണ്ടും എക്സ് വീതമാണെന്ന് വിചാരിച്ചു. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ എടുത്ത പോലെ തന്നെ റേഷ്യോ എടുക്കണം. അപ്പൊ റേഷ്യോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ബേസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബി ഡി വേണമെങ്കിൽ അത് ചെയ്യാം, അല്ല എ സി ആണെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ബി ഡി സെലക്ട് ചെയ്യാം. അപ്പൊ ബി ഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ ഇത് 1 ആണെങ്കിൽ 1:2 എന്ന് പറഞ്ഞാൽ 9:x അല്ലേ? ഓക്കെ, അപ്പൊ ഈ റേഷ്യോ BO:OD ചെയ്താൽ നമുക്ക് 9:x ആണ്. ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് 9:x ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ 1:2 ചെയ്താൽ ഇവിടെ 3:4 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ട്രയാങ്കിൾ 1, 2, 3, 4 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1:2 = 3:4. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 9:x = x:4. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ 1:2, 3:4 എന്നൊക്കെ പറഞ്ഞത്. ആ ഓർഡർ തെറ്റിക്കാതെ എഴുതിയാൽ മതി. ബാക്കിയെല്ലാം ഇതിൽ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ ABCD എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയമാണ് അല്ലെങ്കിൽ ഒരു ലംബകമാണ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABO എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ DOCയുടെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ AOD ഇതിന്റെ ഏരിയയും ട്രയാങ്കിൾ BOC ഇതിന്റെ ഏരിയയും രണ്ടും തുല്യമായിരിക്കും നമുക്കറിയാം. അതുകൊണ്ട് നമ്മളത് എക്സ് ആണെന്ന് എടുത്തു. ഓക്കെ, അത് എക്സ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബേസുകളുടെ റേഷ്യോ കാണണം. അപ്പൊ ഇവിടെ BO:OD എന്ന് പറയുന്നതും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABO ഏരിയ ഓഫ് ട്രയാങ്കിൾ AOD എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എടുക്കാം? BO:OD എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പൊ 9:x ആയിട്ട് എടുത്തു. ഇത് 9:x ആണെങ്കിൽ ഇതെന്താണ്? x:4 ആണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണല്ലോ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഏരിയ ഓഫ് ട്രയാങ്കിൾ AOD അതായത് 9:x ആണ്. ഓക്കെ, ഈക്വൽ ടു ട്രയാങ്കിൾ BOC ഇത്
ട്രയാങ്കിൾ DOC അല്ലെങ്കിൽ COD എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇത് എടുക്കാം. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് x:4 ആണ്. 1 2 3 4. ഓക്കെ, ഇത് ആദ്യം എടുത്താൽ ഈ സൈഡിൽ ഇത് തന്നെ ആദ്യം എടുക്കണം. ഈ ബേസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഒരേപോലെ തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ ഇനി x:4 എന്നുള്ളത് കിട്ടി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇനി അറിയാത്തത് എന്താണോ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റേഷ്യോനെ ഇക്വേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 9 × 4 = x × x അല്ലെ. അപ്പൊ x × x = 9 × 4 എന്ന് എഴുതിക്കൂടെ. അപ്പൊ x × x = 9 × 4. ക്ലിയർ ആയില്ലേ. അപ്പൊ x² എന്ന് കിട്ടി 36. അപ്പൊ നമുക്ക് x² = 36 എന്ന് കിട്ടി. അപ്പൊ x² 36 ആണെങ്കിൽ x എത്രയായിരിക്കും, √36, അതായത് 36ന്റെ സ്ക്വയർ റൂട്ട്. അത് എത്രയാണ്, 6 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, x = 6 സെന്റിമീറ്റർ സ്ക്വയർ. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടെ. അപ്പൊ ഇത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണെന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്തും കൂടെ ചോദിച്ചിട്ടുണ്ട്, ഈ ട്രപ്പീസിയത്തിന്റെ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഈ ലംബകത്തിന്റെ ആകെ പരപ്പളവ് എത്രയാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 9 + 6 + 4 + 6 = എത്ര കിട്ടും, 25 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഈ 4 ട്രയാങ്കിൾസും കൂടെ ആഡ് ചെയ്യുന്നത് കാണിക്കുക, = 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലത്തോട് കൂടി ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങാം.